കർണാടക ചിക്കമംഗളൂരുവിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ശ്രീനന്ദയുടെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മരണകാരണം തലയുടെ ഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശ്രീനന്ദയുടെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും വീഴ്ച മൂലമുണ്ടായതാണ് പരിക്കുകളെന്നാണ് റിപ്പോർട്ട്. ശ്രീനന്ദയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കും. മൃതദേഹം രാവിലെ 9-ന് ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. രാവിലെ 10 മണി മുതൽ പൊതുദർശനം. സംസ്കാര ചടങ്ങുകൾ 10:30 ആരംഭിക്കുമെന്നാണ് വിവരം. ചിക്കമംഗളൂരുവിൽ വെച്ച് 4 ദിവസം മുൻപ് കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം 4-ാം ദിവസത്തെ തിരച്ചിലിനിടയിലാണ് കണ്ടെത്തിയത്. വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ കാണാതായ മാണിക്യധാരയിൽ നിന്ന് 1500 അടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ശ്രീനന്ദയെ കാണാനില്ലെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ മുതൽ നാട് സങ്കടത്തിലായിരുന്നു. ജീവനോടെ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ വെറുതെയായി. പ്രാർത്ഥനയിൽ നാടാകെ കാത്തിരുന്നു. തിരച്ചിലിന്റെ ഓരോ ഘട്ടവും അറിയാൻ നാട്ടുകാർ കടമ്പഴിപ്പുറം കൂത്തറയിൽ ശ്രീനന്ദയുടെ വീട്ടിലെത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വഴിതെറ്റിയതാകാമെന്നും കഴിഞ്ഞ ദിവസം കാട്ടിൽ കാണാതായി പിന്നെ തിരിച്ചെത്തിയ നാദാപുരത്തെ ശരണ്യയെപ്പോലെ ശ്രീനന്ദയും വരുമെന്നും ചിലർ ബന്ധുക്കളെയും ശ്രീനന്ദയുടെ സഹോദരനെയും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത നാടിനെ കണ്ണീരിലാഴ്ത്തി. നിറഞ്ഞ ചിരിയുമായി വീട്ടിലേക്ക് ഇനി ശ്രീനന്ദ വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറ്റവർ വിതുമ്പി. ഏക സഹോദരി നഷ്ടമായെന്നു കേട്ട് ആകെ തളർന്ന അവസ്ഥയിൽ അകത്തെ മുറിയിലായിരുന്നു സച്ചു. ശ്രീനന്ദയുടെ കുടുംബവും അയൽവാസിയും ഉൾപ്പെടെ 40 അംഗ സംഘം കഴിഞ്ഞ 4-നാണ് കർണാടകയിലേക്ക് വിനോദയാത്ര പോയത്. പഠനത്തിരക്കുണ്ടായിരുന്നതിനാൽ സഹോദരൻ സച്ചു പോയിരുന്നില്ല. ചൊവ്വാഴ്ച രാത്രി മടങ്ങാനായിരുന്നു തീരുമാനം. ഇതിനിടയിലാണ് ശ്രീനന്ദയെ കാണാതായത്. ഫോട്ടോ എടുത്തും കൂട്ടത്തിലെ കുട്ടികളുമായി കളിച്ചും ചിരിച്ചും വലിയ സന്തോഷത്തിലായിരുന്നു കുട്ടിയെന്ന് ശ്രീനന്ദയുടെ പിതാവ് KG രമേശിന്റെ സഹോദരൻ KG ശശികുമാർ വിതുമ്പലോടെ പറഞ്ഞു. തിരച്ചിൽ നീളുന്തോറും എല്ലാവരുടെയും നെഞ്ചിടിപ്പ് ഏറിക്കൊണ്ടിരുന്നു. ചിലർ വഴിയിൽ തളർന്നിരുന്നു. അതിനിടെ പോലീസിൽ വിവരം അറിയിച്ചതായി ബന്ധുക്കൾ പറഞ്ഞു. തിരച്ചിലിന്റെ 3-ാം ദിവസത്തിലാണ് സംഘത്തിലെ കുറച്ചുപേർ നാട്ടിലേക്ക് തിരിച്ചത്. ശ്രീനന്ദയുടെ മാതാപിതാക്കളായ രമേശ്, രോഹിണി, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുൾപ്പെടെ അവിടെ തങ്ങി. തിരച്ചിൽ നടത്താൻ സജ്ജരായി നാട്ടിൽ നിന്ന് യുവാക്കളുടെ സംഘവും പോയിരുന്നു. പാലക്കാട് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് SI സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ സംഘവും സ്ഥലത്തെത്തി. 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരുന്ന ശ്രീനന്ദയെക്കുറിച്ച് അധ്യാപകർക്കും പറയാൻ നല്ലതു മാത്രം. പഠനത്തിൽ മിടുക്കിയായ ശ്രീനന്ദ ഗാനാലാപനം, ഡാൻസ് തുടങ്ങിയ ഇനങ്ങളിൽ മികവറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനതല ശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിൽ സമ്മാനം നേടിയിട്ടുണ്ട്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശിയായ രമേശ് ഗോപാലിന്റെയും രോഹിണിയുടെയും മകളാണ് 15-കാരിയായ ശ്രീനന്ദ.